അപ്പോൾ പിഷാരടി മത്സരിക്കാൻ പോകുമ്പോൾ പിഷാരടി എന്ന് പറയുന്ന പിഷാരടി എന്ത് കണ്ടിട്ടാണ് ആൾക്കാർ വോട്ട് കൊടുക്കേണ്ടത്? പിഷാരടി എന്ന് പറയുന്ന വ്യക്തിയെ കണ്ട് അയാൾ കോമഡി പറയാൻ വേണ്ടിയിട്ടാണോ രാഷ്ട്രീയം? അല്ല. അയാളുടെ നിലപാടുകൾ നോക്കും, പൊളിറ്റിക്കൽ സ്റ്റാൻഡുകൾ നോക്കും, ഇന്നലകളിൽ കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്ക് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അയാൾ നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് നോക്കും. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് അയാൾ പ്രിയപ്പെട്ടവനായതുകൊണ്ട് അയാൾക്ക് ഒരു സീറ്റ് കിട്ടും. നീ ആരോടാണ് ഈ വർത്താനൊക്കെ പറയുന്നത്? നിനക്ക് ഞാൻ ആരെന്നറിയോ? പോയി വേറെ വല്ല പണിയുണ്ടോന്ന് നോക്കടാ എത്തിക്കണ്ടപ്പാ. അതെന്ന് വെച്ചാൽ കോൺഗ്രസിന് അയാളെ കൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട്. കോൺഗ്രസിന്റെ മുൻ വേദികളിൽ അയാൾ പോയിട്ടുണ്ട്. തന്നെ ആരെങ്കിലും ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചോ? മര്യാദക്ക് അവിടെ വല്ലയിടത്തും കിടന്നു, ഇല്ലെങ്കിൽ എടുത്ത് ചവിട്ടി പുറത്തിട്ട് ഞാൻ. അയാൾ ഇടയ്ക്കിടയ്ക്ക് ചാനലിൽ വന്നിരുന്നിട്ട് കോൺഗ്രസിന്റെ വേദിയിൽ വന്ന് പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ ഒരു സഹയാത്രിക എന്ന നിലയിൽ പുള്ളിയെ അവിടെ മത്സരിപ്പിക്കുന്നു. അല്ലാതെ പുള്ളി നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടാണ്? എന്ത് യോഗ്യതയാടാ നിനക്കുള്ളത്? ഒരു രാഷ്ട്രീയക്കാരൻ വന്നിരിക്കുന്നു. ആദ്യം ഒരു വാർഡ് മെമ്പറെങ്കിലും ആവാൻ നോക്ക്. നാട്ടിൽ കേട്ടിട്ടില്ലാത്തൊരു പാർട്ടിയായിട്ട് ഇറങ്ങി. പുള്ളിക്ക് എന്തെങ്കിലും കേസുണ്ടോ? പുള്ളി ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇറങ്ങി ഈ നാട്ടിൽ ഒരു പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്? അല്ല, പ്രഭാകരേട്ടന് വീട്ടിൽ വിലയില്ലെങ്കിലും നാട്ടിൽ പുല്ല് വിലയാ. ഇപ്പൊ ഞാൻ സ്വല്പം പുറകോട്ടാ, പക്ഷെ നാളെ ഞാൻ മുന്നോട്ട് കുതിക്കും. അഖില് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലൊന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തായാലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. വരാനുള്ളത് വഴി തങ്ങത്തില്ല, കിട്ടാനുള്ളത് അപ്പൊ വാങ്ങിച്ചു. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. എന്തായാലും കുറ്റോ മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ടുണ്ട്, അതേ പറയാൻ സാധ്യത. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോ ഒരാഴ്ച കഴിയുമ്പോ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരിച്ചു പറയും. നാക്കിന് നരമ്പില്ലെന്ന് വെച്ച് വായിത്തൊന്ന് പറഞ്ഞ് തല്ലുണ്ട് ഞാൻ കണ്ട. ഓന്തിന്റെ സ്വഭാവം എപ്പോഴേത് നടത്തിലാവുക. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും. അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കേണ്ട. ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അപ്പൊ നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിനെടുത്ത ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കുക. അതിനൊക്കെ തൽക്കാലം ഇത്രയും മതി.